പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ ഭാരതത്തിന്റെ സാമ്പത്തിക സുരക്ഷയും ദൈനംദിന ജീവിതവും വലിയ വെല്ലുവിളികളെയാണ് നേരിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ കോവിഡ് കാലത്തിന് സമാനമായ ജാഗ്രത വേണമെന്ന് ഓർമ്മിപ്പിച്ചത് ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഭാവിയിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു. ആഗോള യുദ്ധ പ്രതിസന്ധി ഇന്ത്യയെ തളർത്തുമോ? പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിർണായക തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചിട്ടുണ്ട്. പെട്രോളിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 13 രൂപയിൽ നിന്ന് 3 രൂപയായാണ് കുറച്ചത്. ഡീസലിന് ലിറ്ററിന് 10 നിന്ന് 0 നികുതി കുറച്ചു. അതേസമയം പെട്രോളിനും ഡീസലിനും ഇളവ് നൽകിയപ്പോൾ തന്നെ വിമാന ഇന്ധനത്തിന് ലിറ്ററിന് 50 രൂപ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ മറ്റിളവുകൾക്ക് ശേഷം ഇതിന്റെ ഫലപ്രദമായ നികുതി ലിറ്ററിന് ഏകദേശം 29.5 രൂപയായിരിക്കും. ഇതോടെ വിമാന ടിക്കറ്റ് ചാർജ് കുതിച്ചുയരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നികുതി കുറച്ചെങ്കിലും ചില്ലറ പെട്രോൾ ഡീസൽ വിൽപ്പന വിലയിൽ പെട്ടെന്നൊരു കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും മറിച്ച് വില കൂടാതെ പിടിച്ചു നിർത്താനാണ് ഈ നടപടി സഹായിക്കുകയെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇന്ധന കമ്പനികൾ വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുള്ള തുക അവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ നികുതി ഇനത്തിൽ സർക്കാർ കുറച്ചുകൊടുത്തു. പശ്ചിമേഷ്യൻ യുദ്ധം കാരണം ഇന്ധനവില ഉയരുന്ന സാഹചര്യത്തിൽ കമ്പനികൾക്ക് ആശ്വാസമാണ് ഈ നടപടി. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതോടെ ഭാരതത്തിലെ സ്വകാര്യ കമ്പനികൾ ഇന്ധനവില ഉയർത്തി തുടങ്ങിയിരുന്നു. നിലവിൽ ഇന്ത്യയിലെ സ്വകാര്യ ഇന്ധന കമ്പനിയായ നയാര എനർജി പെട്രോളിന് 5.5 രൂപയോളമാണ് ഇന്നലെ വർദ്ധിപ്പിച്ചത്. ഡീസൽ വില 3 രൂപയും. സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ നിലവിൽ വില നിയന്ത്രിച്ചു നിർത്തുന്നുണ്ടെങ്കിലും യുദ്ധം നീണ്ടുപോയാൽ ഇത് സാധാരണക്കാരെ വലിയ തോതിൽ ബാധിക്കും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉപ്പ് മുതൽ കർപ്പൂരം വരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നാൽ മാത്രമേ നമ്മുടെ അടുക്കളകൾ പട്ടിണി കൂടാതെ മുന്നോട്ട് പോവുകയുള്ളൂ. ഇന്ധനവില ഉയർന്നാൽ സാധനങ്ങൾക്ക് ക്രമാതീതമായ വില ഉയരുവാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാകണം കേന്ദ്ര സർക്കാർ നികുതി കുറച്ചത്. മറ്റൊന്ന് LPG പാചകവാതക പ്രതിസന്ധിയാണ്. യുദ്ധം കാരണം ഇറക്കുമതി തടസ്സപ്പെട്ടതോടെ LPG വിതരണത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഭ്യമായ ഇടങ്ങളിൽ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് മാറുവാൻ സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇത് മാറാത്തവർക്ക് ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട്. LPG ലഭ്യത കുറഞ്ഞതോടെ ഇന്ത്യയിലെ വലുതും ചെറുതുമായ പല ഹോട്ടലുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എത്തിക്കുന്ന ഇന്ധനത്തിൽ വലിയൊരളവ് കരുതൽ ശേഖരമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായും മാറ്റിവെക്കപ്പെടാനും സാധ്യതയുണ്ട്. അതിനാൽ കൂടുതൽ കപ്പലുകൾ എത്തിയില്ലെങ്കിൽ സാധാരണക്കാർക്ക് LPG ലഭ്യത കുറയും. ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷയുടെ നാഡീ ഞരമ്പാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തിലെ പെട്രോളിയം കയറ്റുമതിയുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഈ പാത ഇറാൻ തടസ്സപ്പെടുത്തിയാൽ ഭാരതത്തിലേക്കുള്ള ഇന്ധന വരവും നിലയ്ക്കും. നിലവിൽ ഇറാൻ ഭാരതത്തെ സൗഹൃദ രാജ്യമായി പരിഗണിക്കുന്നത് ആശ്വാസകരമാണെങ്കിലും യുദ്ധമേഖലയിലൂടെ കപ്പലുകൾ വരുന്നത് ഇൻഷുറൻസ് നിരക്ക് വർദ്ധിപ്പിക്കുകയും അത് ഇന്ധനവില വീണ്ടും ഉയരാൻ കാരണമാവുകയും ചെയ്യും. ഇതിനിടയിൽ 18 കോടിയോളം ഓരോ കപ്പലിനും ഇറാൻ ടോൾ ഏർപ്പെടുത്തുന്നതും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. ഈ വില സിലിണ്ടറുകളുടെ വിലയിൽ ചേർത്ത് ജനങ്ങളിൽ നിന്ന് ഈടാക്കുവാനും സാധ്യതയുണ്ട്. ഇസ്രായേലുമായും ഇറാനുമായും ഭാരതത്തിന് ശക്തമായ ബന്ധമുണ്ട്. എന്നാൽ ഈ യുദ്ധത്തിൽ ഭാരതം നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. സമാധാന ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നുമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. പശ്ചിമേഷ്യയിൽ വസിക്കുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷയും രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യവുമാണ് ഭാരതത്തെ ഈ കരുതലോടെയുള്ള നിലപാടിലേക്ക് നയിക്കുന്നത്.
അതേസമയം കടലിനടിയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ തകർക്കപ്പെടാം എന്നത് മറ്റൊരു വലിയ ഭീഷണിയാണ്. ലോകത്തെ ഇന്റർനെറ്റ് ഡാറ്റയുടെ 95% ഇത്തരം കേബിളുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചെങ്കടലിലെയോ പേർഷ്യൻ ഗൾഫിലെയോ കേബിളുകൾ യുദ്ധം കാരണം മുറിക്കപ്പെട്ടാൽ ഇന്ത്യയിലെ ഇന്റർനെറ്റ് വേഗത കുറയുകയും ബാങ്കിംഗ്, IT മേഖലകൾ വരെ വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്യും. ഇത് ഡിജിറ്റൽ ബ്ലാക്കൌട്ടിന് വരെ കാരണമായേക്കാം. ആഗോളതലത്തിലെ ഓരോ യുദ്ധവും ഇന്ത്യയിലെ സാധാരണക്കാരന്റെ അടുക്കളയും തൊഴിലിനെയുമാണ് ബാധിക്കുന്നത്. ഇന്ധനവില വർധനവ് പണപ്പെരുപ്പത്തിന് കാരണമാവുകയും അത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയർത്തുകയും ചെയ്യുന്നതിന് കാരണമാകാം. ഇത്തരം സാഹചര്യങ്ങളിൽ കോവിഡ് കാലത്തെ പോലെ സ്വയം പര്യാപ്തതയും കരുതലുമാണ് ഓരോ പൗരനും പുലർത്തേണ്ടത്. എന്നാൽ കോവിഡ് കാലത്തെ ലോക്ക്ഡൌണിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങില്ലെന്നാണ് കേന്ദ്ര സർക്കാർ തരുന്ന അവസാന മുന്നറിയിപ്പ്. ഇവിടെയും ഭയമല്ല, ജാഗ്രതയാണ് ആവശ്യം. इस समय पश्चिमी एशिया के हालत चिंताजनक है. बीते 2-3 हफ्तों में जयशंकर जी ने और हरदीप पुरी जी ने इस विषय पर सदन को जरूरी जानकारी दी है. अब इस संकट को 3 सप्ताह से ज्यादा हो रहा है. इसका पूरे विश्व की अर्थव्यवस्था पर, लोगों के जीवन पर बहुत ही विपरीत असर हो रहा है. इसलिए पूरी दुनिया इस संकट के जल्द से जल्द समाधान के लिए सभी पक्षों से आग्रह भी कर रही है. अध्यक्ष महोदय, भारत के सामने भी इस युद्ध ने अप्रत्याशित चुनौतियां खड़ी कर दी हैं. ये चुनौतियां आर्थिक भी हैं, नेशनल सिक्योरिटी से जुड़ी भी हैं और मानवीय भी हैं. युद्धरत और युद्ध से प्रभावित देशों के साथ भारत के व्यापक व्यापारिक रिश्ते हैं. जिस क्षेत्र में युद्ध हो रहा है वो दुनिया के दूसरे देशों के साथ हमारे व्यापार का भी एक महत्वपूर्ण रास्ता है. विशेष रूप से कच्चे तेल और गैस की हमारी जरूरतों का एक बड़ा हिस्सा यही क्षेत्र पूरा करता है. हमारे लिए ये रीजन एक और कारण से भी अहम है. लगभग 1 करोड़ भारतीय खाड़ी देशों में रहते हैं और वहां काम करते हैं. वहां समंदर में जो कमर्शियल शिप चलते हैं उनमें भारतीय क्रू मेंबर्स की संख्या भी बहुत अधिक है. ऐसे अलग अलग कारणों के चलते भारत की चिंताएं स्वाभाविक रूप से अधिक है. इसलिए ये आवश्यक है कि भारत की संसद से इस संकट को लेकर एक मत और एकजुट आवाज दुनिया में जाए. ലോകം ഒരു ആഗോള യുദ്ധാന്തരീക്ഷത്തിലേക്ക് മാറുകയാണോ? റഷ്യ, ഉത്തര കൊറിയ, ചൈന, നൈജീരിയ, സുഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? മൂന്നാം ലോക മഹായുദ്ധം ഒരു പെട്ടെന്നുള്ള ഒറ്റ സംഭവത്തിലൂടെയല്ല, മറിച്ച് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ സംഘർഷങ്ങളുടെ ഇഴചേരലിലൂടെയായിരിക്കാം ആരംഭിക്കുകയെന്ന് പാശ്ചാത്യ പ്രതിരോധ വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട്. റഷ്യയുടെയും നാറ്റോയുടെയും നീക്കങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ റഷ്യ നിലവിൽ യുക്രൈനിലെ യുദ്ധം ഒരു ദീർഘകാല പോരാട്ടമായി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനെ സഹായിക്കുന്നത് നിർത്തുന്നതുവരെ ഈ സംഘർഷം തുടരുമെന്ന് കരുതുന്നവരുമുണ്ട്. ഇതിനിടയിൽ ബാൾട്ടിക് രാജ്യങ്ങളുടെ, അതായത് എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ അതിർത്തികളിൽ റഷ്യ നടത്തുന്ന ചെറിയ നുഴഞ്ഞുകയറ്റങ്ങൾ നാറ്റോയുടെ ഐക്യം പരിശോധിക്കാനുള്ള ശ്രമങ്ങളാണെന്ന് പ്രതിരോധ വിദഗ്ധർ കരുതുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കുവാൻ നിലവിൽ ഈ രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തികളിൽ കുഴിബോംബുകളും പ്രതിരോധ മതിലുകളും തീർത്ത് ഒരു ബാൾട്ടിക് പ്രതിരോധ വലയം നിർമ്മിക്കുകയാണ്. അതേസമയം മറ്റൊരു വശത്ത് ചൈനയുടെ തന്ത്രപരമായ കാത്തിരിപ്പും കാണാൻ സാധിക്കും. ചൈനയുടെ പ്രധാന ലക്ഷ്യം തായ്വാനെ തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാക്കുക എന്നതാണ്. ഇതിനായി അവർ 2027 എന്ന വർഷത്തെ ഒരു സുപ്രധാന ലക്ഷ്യമായി കാണുന്നുമുണ്ട്. തായ്വാനിൽ ഇപ്പോൾ സ്വയംഭരണമാണെങ്കിൽ പോലും സമുദ്ര അതിർത്തികളിൽ ചൈനീസ് കപ്പലുകളും
ആകാശത്ത് നിരീക്ഷിക്കുവാൻ വിമാനങ്ങളും ചൈന പറത്തുന്നുണ്ട്. ചൈനയുടെ ഔദ്യോഗിക നിലപാടനുസരിച്ച് തായ്വാൻ അവരുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. 1949 ചൈനയിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചപ്പോൾ തോൽപ്പിക്കപ്പെട്ട ക്യോമിന്റാങ് സർക്കാർ തായ്വാനിലേക്ക് പലായനം ചെയ്യുകയും അവിടെ സ്വയംഭരണം സ്ഥാപിക്കുകയും ചെയ്തു. അന്നു മുതൽ തായ്വാനെ ചൈനയുമായി വീണ്ടും കൂട്ടിച്ചേർക്കുക എന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇതിനെ അവർ ഒറ്റ ചൈന നയം എന്നാണ് വിളിക്കുന്നത്. അതോടൊപ്പം പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളുടെ ശൃംഖലയിൽ തായ്വാന്റെ സ്ഥാനം വളരെ നിർണായകമാണ്. ചൈനയുടെ തീരപ്രദേശങ്ങളെ സംരക്ഷിക്കുവാനും അതേസമയം പസഫിക് സമുദ്രത്തിലേക്ക് തങ്ങളുടെ നാവികസേനയ്ക്ക് ആധിപത്യം സ്ഥാപിക്കുവാനും തായ്വാന്റെ നിയന്ത്രണം ചൈനയ്ക്ക് അത്യാവശ്യമാണ്. തായ്വാൻ ചൈനയുടെ കൈവശമായാൽ അമേരിക്കയുടെയും ജപ്പാന്റെയും സൈനിക സ്വാധീനം ആ മേഖലയിൽ കുറയ്ക്കുവാൻ ചൈനയ്ക്ക് സാധിക്കും. എന്നാൽ റഷ്യക്ക് നേരിടേണ്ടി വന്ന സാമ്പത്തിക ഉപരോധങ്ങൾ ചൈനയും ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തായ്വാനെതിരെ ഒരു പെട്ടെന്നുള്ള നീക്കം നടത്താൻ ചൈനയ്ക്ക് അവസരം ലഭിച്ചേക്കാം. എങ്കിലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുമായി അഗാധമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഒരു നേരിട്ടുള്ള യുദ്ധം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന ഭയവും അവർക്കുണ്ട്. ഇനി ഇറാന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇറാന്റെ പ്രധാന കരുത്ത് അവരുടെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ ഗ്രൂപ്പുകളായിരുന്നു. എന്നാൽ ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഈ ഗ്രൂപ്പുകൾക്ക് വലിയ തിരിച്ചടികൾ നേരിട്ടു. എന്നിരുന്നാലും ലോകത്തിലെ പ്രധാന എണ്ണക്കടത്തു പാതയായ ഹോർമൂസ് കടലിടുക്ക് തടയുവാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുവാനും സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമോ അതോ ഒരു സമാധാന ചർച്ചയ്ക്ക് വഴി തുറക്കുമോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. ഇനി ഉത്തര കൊറിയയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഉത്തര കൊറിയ ഇപ്പോൾ റഷ്യയുമായി അടുത്ത സൈനിക ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സൈനികരെ റഷ്യൻ പക്ഷത്ത് പോരാടാൻ അയക്കുന്നതിലൂടെ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യ റഷ്യയിൽ നിന്ന് സ്വന്തമാക്കുകയാണ് കിം ജോങ് ഉന്നിന്റെ ലക്ഷ്യം. ഇത് ദക്ഷിണ കൊറിയയെയും ജപ്പാനെയും വലിയ ഭീതിയുടെ മുൾമുനയിലാണ് നിർത്തുന്നത്. ചൈനയുടെ താൽപര്യപ്രകാരം അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ ഉത്തര കൊറിയ കൊറിയൻ ഉപദ്വീപിൽ ഒരു പുതിയ യുദ്ധമുഖം തുറക്കുവാനും സാധ്യതയുണ്ട്. അതേസമയം നൈജീരിയ, സുഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ക്രിസ്ത്യൻ വംശഹത്യ ഉൾപ്പെടെ തന്ത്രപൂർവ്വം മറച്ചുവെക്കപ്പെടുന്നതും കാണാൻ സാധിക്കും. യുദ്ധത്തിനിടയിലും മാധ്യമങ്ങളുടെയും അവരെ നിയന്ത്രിക്കുന്ന സമ്പന്ന രാജ്യങ്ങളുടെയും പക്ഷാപാതപരമായ നിലപാടും അവരുടെ നിഗൂഢ ലക്ഷ്യങ്ങൾ വെളിവാക്കുന്നതാണ്. ഉടൻ തന്നെ ഒരു മൂന്നാം ലോക മഹായുദ്ധം സംജാതമാകുവാൻ സാധ്യതയില്ലെങ്കിലും അമേരിക്കയുടെ 15 കരാർ ഇറാൻ തള്ളിയതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം വിദൂരമാണോ എന്ന ആശങ്കകളും ഉയരുന്നുണ്ട്.